നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള സിനിമയിൽ പുതിയൊരു പാന്താവ് വെട്ടിത്തെളിച്ച, പ്രിയങ്കരമായ ഒരുപാട് സിനിമകളെ മലയാളിക്ക് സമ്മാനിച്ച, ഇന്നും മലയാളി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിച്ച മറ്റാരുമല്ല, സംവിധായകൻ സിദ്ദിഖിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സിദ്ദിഖേ, നമുക്ക് തുടങ്ങിയാലോ? അതല്ലേ, എനിക്ക് സിദ്ദിഖിനെ കാണുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ തന്നെ വലിയ വിഷമം. എന്താ കാരണം അറിയാം, പൊതുവെ ഇങ്ങനെയാ സിദ്ദിഖിരിക്കുക, ഒരു ബാക്കിലേക്ക് ഒരു വലിവാണ്. ഒരു സിനിമയിലെ മുൻനിര സംവിധായകൻ ഇങ്ങനെ ബാക്കിലേക്ക് ഉൾവലിയ എന്ന് പറഞ്ഞ ആർക്കും സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ സിദ്ദിഖ് അങ്ങനെയാണ്. അത് ജന്മം കൊണ്ട് ഞാൻ അങ്ങനെയാണ്. എപ്പോഴും പുറകിലേക്ക് ഇങ്ങനെ വലിയുന്നൊരു സ്വഭാവം എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ്. അത് കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ ആയിരിക്കാം ആ കാലഘട്ടത്തിൽ. ഞാനിതിനൊന്നും പറ്റിയ ആളല്ല എന്നുള്ള ഒരു തോന്നലാണ് ഈ ഉൾവലിയ. അത് ഒരു തന്ത്രമാണ് ചില ആൾക്കാർ പറയുന്നുണ്ട്. സിദ്ദിഖിൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് അവൻ്റെ ഈ ഉൾവലിയിലും വിനയവും. എന്താ കാരണം, സിദ്ദിഖിനോട് നമുക്ക് ഒന്നും പറയാൻ തോന്നില്ല. ഓരോരുത്തർ അവരുടേതായ ആംഗിളിൽ കാണുന്നതിൽ നമുക്ക് തെറ്റൊന്നുമില്ല. ചിലപ്പോൾ അതാണ് സിദ്ദിഖ്. എന്നിട്ടും സിദ്ദിഖ് പ്രകോപിതനാകുന്നില്ല. സിദ്ദിഖ് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊന്നും അല്ല, ഞാൻ വെറുതെ ഉണ്ടാക്കി എൻ്റെ കൈ നിട്ട് പറഞ്ഞാണ്. നിങ്ങളൊക്കെ കൈ നിട്ട് നടത്തുന്ന ആൾക്കാരാണല്ലോ അത്. പക്ഷെ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രത്തോളം ഹിറ്റുകൾ നൽകിയിട്ടും സ്വഭാവത്തിൽ യാതൊരു ഹിറ്റ് സ്വഭാവവും കാണിക്കാത്ത ഒരാളാണ്. ആരെയും സിദ്ദിഖ് ഇടിക്കാറില്ല. സിദ്ദിഖ് വേണം 2 ഇടി മേടിക്കും. ഇത് പാരമ്പര്യമായി കിട്ടിയതാ. ഒരു വഴക്കിന് പോകുന്ന ഒരു പാരമ്പര്യം ഞങ്ങളുടെ ആർക്കുമില്ല. നമ്മുടെ വാപ്പയുടെയൊക്കെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നന്നായി തമാശ പറയുന്നയാളാണ്. അപ്പം തമാശ കൊണ്ട് തന്നെ കാര്യങ്ങളെ പുള്ളി ഫേസ് ചെയ്യുന്ന ആളാണ്. ശത്രുവിനെ പോലും ചീത്ത പറയുന്നവർ പോലും പുള്ളിയോട് 2 വാക്ക് സംസാരിച്ച് 3ാമത്തെ ഡയലോഗിന് അവർ ചിരിച്ചു പോകും. അപ്പോൾ അവരുടെ ദേഷ്യം അങ്ങനെ പോകുന്ന ആ ഒരു രീതിയാണ് വാപ്പയുടെ. അത് കണ്ട് ശീലിച്ചാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഇതൊക്കെ രക്തത്തിൽ വന്ന് ചേർന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മളുടെ ആ പുല്ലേപ്പടി പരിസരത്തുള്ള ഞങ്ങളുടെ കുറേ കൂട്ടുകാരും ഉണ്ട്. ഏതാണ്ട് ലാൽ അടക്കമുള്ള ഞങ്ങളൊക്കെ ഏതാണ്ട് ഈ സ്വഭാവക്കാരാണ്. വഴക്ക് ഞങ്ങൾക്കിടയിൽ. ലാല് കുറച്ചും കൂടി ഒരു റഫീനായിട്ടൊക്കെ നിൽക്കില്ലേ? ലാലിനെ കാണുമ്പോഴാണ് അങ്ങനെ. ലാല് ബേസിക്കലി പാവമാണ്. സിദ്ദിഖിനെക്കാളും പാവമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള എന്നെക്കാളും പാവോടുന്നതാണ്. കണ്ണൊക്കെ അറിയില്ല. ലാലാണ് പെട്ടെന്ന് കരയുക. സങ്കടം വന്നാൽ വളരെ. ലാൽ ഇവിടെ ഇരുന്ന് ഒരു കരഞ്ഞോ? അതിനുശേഷം ലാലിലെ കച്ചവടക്കാരൻ ഉണർന്നു. എന്റെ കരച്ചിലെ വിട്ടിട്ട് കാശാക്കുക നിങ്ങളല്ലേ. അപ്പം മൂപ്പരുടെ ഉള്ളിൽ മറ്റേത് വർക്കൗട്ട് ചെയ്തു. എന്തിലും ഒരു കച്ചവടക്കാരുണ്ടല്ലോ അല്ലേ ലാലിന്? അങ്ങനെ പറയാൻ പറ്റില്ല. ലാൽ കുറേ കൂടി അഗ്രസീവാണ് എന്നെക്കാളും. കാൽക്കുലേറ്റഡ് ആണ്. കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ലാലിന് കുറേ കൂടി. ഞാൻ എപ്പോഴും എല്ലാത്തിലെയും നെഗറ്റീവ് കാണാനാണ് ശ്രമിക്കുക. അവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്. ലാൽ എപ്പോഴും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് നമ്മൾ അതിലേക്ക് എത്തില്ലേ എന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷെ ലാൽ അതിനു വേണ്ടി ഇടിച്ചു നിൽക്കും. സിദ്ദിഖിനെ നമ്മൾ അടുത്തിടപെട്ടത് എനിക്കൊന്ന് ഒരു 10 മുമ്പ് നമ്മളൊരു ഇവൻ്റ് സംയുക്തമായി നടത്തിയപ്പോഴാണ് ഞാൻ സിദ്ദിഖിൻ്റെ ഒരു ക്യാരക്ടർ കണ്ടത്. അപ്പോൾ എനിക്ക് പല ആവശ്യങ്ങളും സിദ്ദിഖിൽ നിന്ന് നിറവേറ്റാനുണ്ടെങ്കിൽ പോലും സിദ്ദിഖിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ നിഷ്ഫലനായി പോകും, ഞാൻ നിരായുധനായി പോകും. എനിക്കൊന്നും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഡൽഹി ഷോ 2004 ഷോ. അപ്പോൾ എനിക്ക് ഇന്ന ആവശ്യങ്ങൾക്കുണ്ട്, സിദ്ദിഖ് ഇങ്ങനെയും കൂടി വേണം, കണ്ടന്റ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടി ഒന്ന് ഫോണൊക്കെ എടുത്തുനിന്ന് വീറും വാശിയെടുത്ത് വിളിക്കുമ്പോഴേക്കും സിദ്ദിഖിന് വളരെ അതോടെ ഞാൻ തളർന്നു. പിന്നെ എന്താ പറയാ സിദ്ദിഖിൻ്റെ അടുത്ത്? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇപ്പോൾ എന്നൊരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നതും എനിക്ക് അങ്ങോട്ട് ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അതെൻ്റെ ഒരു ഇതാണ് സിദ്ദിഖ് നമ്മുടെയൊക്കെ തലമുറയുടെ ഒരു ജീവിതം. പക്ഷേ നമ്മളൊക്കെ ഒരേ തലമുറയിലൂടെ വന്ന തലമുറയുടെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത വഴിത്താരയിലൂടെയാണ് നമ്മുടെ ജീവിതം സഞ്ചരിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അവരുടെ ലൈഫ് കോറിയോഗ്രാഫി ഇരിക്കുകയാണ്. അതെ, ഡിസൈൻഡാണ്. നമ്മുടെ ഒന്നും അടച്ചോന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു ലൈഫാണ്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സിദ്ദിഖ് ഒരു ചെരുപ്പ് കച്ചവടക്കാരനോ തുണി കച്ചവടക്കാരനോ മാറണമായിരുന്നു. തീർച്ചയായിട്ടും. അതെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കച്ചവടക്കാരാണ്. കുറേ പേര് ചെരുപ്പ് കച്ചവടക്കാരുണ്ട്, കുറേ
എൻ്റെ വാപ്പയൊക്കെ തുണി കച്ചവടമായിരുന്നു, എൻ്റെ അനിയനൊക്കെ ചെരുപ്പ് കച്ചവടമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലേതെങ്കിലും ഒന്നിലും ഉറക്കുമായിരുന്നു. സിദ്ദിഖ് ഈ സ്വഭാവം വെച്ച് കച്ചവടത്തിന് ഇറങ്ങിയിരുന്ന എന്തായിരുന്നു സിറ്റുവേഷൻ? തുടങ്ങിയതിൻ്റെ 2-ാം ദിവസം പൂട്ടിയിരിക്കും. 8 കെട്ടിപ്പൊട്ടുക എന്നൊക്കെ പറയും. അതെ, അതായിരിക്കും സംഭവിക്കും. യാതൊരു സംശയമില്ല. ഞാൻ കച്ചവടം ചെയ്താൽ സക്സസ് ആവില്ല. വാപ്പയ്ക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു ഇവനെ കൊണ്ട് കച്ചവടത്തിന് കൊള്ളത്തില്ല. വാപ്പയും നല്ല കച്ചവടക്കാരനല്ലായിരുന്നു. വാപ്പയും കച്ചവടം ചെയ്ത് പൊട്ടിപ്പോയ ആളാണ്. ശരി. കുടുംബപരമായി പൊട്ടൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സിദ്ദിഖിൻ്റെ ആദ്യകാലത്തെ കമ്പനി, സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ, ആ സൗഹൃദ വലയം സിദ്ദിഖിനെ മറ്റൊരു വഴിത്താരയിലേക്ക് നയിച്ചു. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. അവരാണ് എന്നെ തിരിച്ചറിഞ്ഞത്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് എനിക്ക് തമാശ പറയാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ച്. ഞാൻ ഈ ക്ലാസ്സിൽ പതുങ്ങിയിരുന്നിട്ട് തമാശ പറയുകയും കുട്ടികളെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുകയും അതിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയൊക്കെ സ്ഥിരം ചെയ്യുന്ന ക്ലാസ്സിലെ അധ്യാപകൻ തമാശ പറഞ്ഞതിന്. പക്ഷേ ഇത് എന്നെ ഒരു തമാശക്കാരനായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ കൂട്ടുകാരാണ് ആദ്യമായിട്ട് തള്ളി. അന്ന് വെള്ളിയാഴ്ചകളിലെ ഈ സാഹിത്യ സമാജം എല്ലാ അവസാനത്തെ പീരീഡിനും ഒരു പരിപാടി ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ മോണോആക്ട് ഉണ്ടാവും. അത് ഈ കുട്ടികൾ എൻ്റെ കൂട്ടുകാർ കൊണ്ടുപോയി തള്ളി നിർത്തുന്നതാണ്. എൻ്റെ കയ്യിൽ എങ്ങനെയാണ് സിദ്ദിഖിനെ ഈ സ്റ്റേജിലേക്ക് കയറ്റിവിടുക? ക്ലാസ്സിലാണല്ലോ, അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും കൂടി തള്ളി അന്ന് ഉണ്ട്. അപ്പോൾ ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ മോശക്കാരനാകാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഒരു ബാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും എന്തെങ്കിലും തമാശകൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ചെന്ന് നിന്നിട്ടാണ് ഞാൻ എന്താ ഇപ്പോൾ പറയുക, എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യും. ഇവർ വീണ് കിടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അന്നേ റിഹേഴ്സൽ എന്ന് പറയുന്നതും ഈ പറയുന്ന ഈ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുമായിരുന്നു. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു. അവിചാരിതമായിട്ടാണ് ഞാനിതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതാണ് എന്ന് മറ്റുള്ളവർ തോന്നിപ്പിക്കും. ഹ്യൂമറിൽ എന്നെ തന്മയത്തെ കൊണ്ടുവരുമായിരുന്നു. അന്നൊന്നും എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഒന്നുകിൽ എൻ്റെ വാപ്പ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഇളയച്ചന്മാരല്ലെങ്കിൽ ബ്രദേഴ്സ്, എൻ്റെ കൂട്ടുകാർ ഇവർ പറഞ്ഞ തമാശകൾ, അല്ലെങ്കിൽ ഞാൻ അന്നേ വായിക്കുമായിരുന്നു. മലയാള മനോരമയിൽ വരുന്ന ബോബനും മുളിയും ഫലിത ബന്ധുക്കളും ഒക്കെ വായിച്ചിട്ട് അതിലെ നല്ല തമാശകളാണ് ഞാൻ മോഷ്ടിച്ച് മനസ്സിൽ വയ്ക്കുക. ഈ എൻ്റെ കൂടെ പഠിക്കുന്ന ഈ 4ലും 5ലും പഠിക്കുന്നവരാരും വായിക്കുന്നവരല്ല. ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ അടിച്ചുമായിട്ടുള്ളത് സിദ്ദിഖാണെന്ന് സിദ്ദിഖിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ ഏത് കടലാസ് കഷ്ണത്തിൽ എന്തെങ്കിലും സാധനം കണ്ടാൽ അപ്പോൾ അവനങ്ങനെ മനസ്സിലേക്ക് സിറോക്സ് ചെയ്ത് പകർത്തും. അത് ശരിയാണ്. എനിക്ക് അത് കൊള്ളാമെന്ന് തോന്നിയാൽ അതെൻ്റെ മനസ്സിൽ പതിയും. ഞാൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്യില്ല, പക്ഷെ അതെന്നെ ഇൻസ്പയർ ചെയ്യും. അതിലൊരു ഇംപ്രവൈസേഷൻ നടത്തും. അത് ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്. ഞാനിപ്പോൾ ഒരു ഫലിത ബിന്ദുവിൽ നിന്നൊരു തമാശ എടുത്താൽ പോലും അതിനെ ഞാൻ ഡെവലപ്പ് ചെയ്യും. അതിനപ്പുറം ഉണ്ടാക്കും, ഇപ്പുറം ഉണ്ടാക്കും, അതിനൊരു എൻഡും ഉണ്ടാക്കും. ഈ സ്കൂളിലെ സ്ഥിരം നമ്പറുകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഒരുപക്ഷെ മനസ്സിലേക്ക് നമ്മുടെ ഈ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് പല ഘടകങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഇടതുവശത്ത് ഒരുപാട് പെൺപിള്ളേരിപ്പുണ്ടായിരുന്നല്ലോ, ഇല്ലേ? അതായിരുന്നല്ലോ പ്രധാന ടാർഗറ്റ്. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അതാണ്. അവർ ഇംപ്രസ്ഡ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പം നമ്മൾ ഈ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഒരുപക്ഷെ അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവർ ചിരിക്കുന്നതാണ് നമ്മുടെ ത്രില്ല്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി നന്നായി ചിരിക്കുകയും അതിലൂടെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു വെച്ചൊരു നമ്പർ ഇപ്പോഴും മനസ്സിലുണ്ടാവില്ലേ? അതില്ല. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. കാരണം എന്നെ അങ്ങനെ ഒരു കാണാൻ അത്രയും സുമുഖനല്ല എന്നുള്ളൊരു ധാരണ എനിക്ക് അന്നേ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഒരു പ്രേമം എന്നൊക്കെ പറയുന്നത് നിന്നിട്ടില്ല. കാരണം നമുക്ക് പറ്റാത്തത് ചെയ്യരുത് എന്ന് പറയുന്നത്. പ്രണയം എന്നൊക്കെ പറയുന്നത് താങ്കൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് സിനിമയിലൂടെ, ഇതൊന്നും സുന്ദരന്മാർക്ക് മാത്രമുള്ളതല്ല. അത് കാലം കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് ഒരു സൗന്ദര്യമില്ലാത്ത ഒരാൾക്ക് പ്രണയിക്കാൻ വലിയ അപകർഷതാബോധമാണ്. അതെ, അങ്ങനെയാണ് നമ്മളുടെ ധാരണ. അങ്ങനെയായിരുന്നു. സിദ്ദിഖ് പറഞ്ഞതിന് 2 പോയിന്റ്. ഒന്ന്, ആ കാലഘട്ടത്തിൽ നർമ്മം എന്നുള്ളത് ഒരിക്കലും നമ്മുടെ മുൻതലമുറ അംഗീകരിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപകരൊന്നും അംഗീകരിച്ചിരുന്നില്ല. തമാശ പറഞ്ഞ അടി കിട്ടും. തമാശ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട ഒരു സാധനമാണുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സൗന്ദര്യം ഇല്ലാത്തതിന് ഒരിക്കലും പ്രണയിക്കാൻ പാടില്ല ആ കാലഘട്ടത്തിൽ. ഇന്ന് പ്രണയിക്കാത്ത ആരാന്ന് ചോദിച്ചാൽ മതി. പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല ആർക്കും. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിപ്പോയി. സിദ്ദിഖിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം, സിദ്ദിഖ് വലിയൊരു പുരസ്കാരമൊക്കെ മേടിച്ചു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ? അതൊക്കെ വന്ന് ഹെഡ് മാസ്റ്റർ അത് അസംബ്ലിയിൽ അനൗൺസ് ചെയ്തു. തിരിച്ചു പോകുമ്പോൾ എന്തോ ഒരു കമൻറ്റ് കേട്ടു. ആ കമൻറ്റിൽ സിദ്ദിഖ് എന്നുള്ള ഈ തരളത ഹൃദയൻ വലിയ
വിഷമവൃത്തത്തിലായി. അത് ഞാൻ ഇപ്പോൾ അത് അത്ഭുതത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം കയ്യടികളാണ്. കുട്ടികൾ നിരന്ന് ഈ അസംബ്ലിയിൽ വരാന്തയ്ക്ക് മുന്നിൽ നിരന്ന് നിൽക്കുന്ന മോണോആക്ടിനാണ്. അത് ഞാൻ മൃഗമൊക്കെ ആയിരുന്നു. മൃഗം സിനിമാ നടന്മാർ അങ്ങനെയില്ല, മിമിക്രിയാണ്. അത് പിന്നീടാണ്. അത് അനീഫ്ക്കയാണ് നമ്മളിൽ ആദ്യം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. അനീഫ്ക്കയാണ് ഈ നടന്മാരെ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അനീഫ്ക്കയാണ്. അവിടെ നിന്നാണ് മിമിക്രിയുടെ വരവ്. അത് മോണോ ആക്ട് പല ആളുകളായിട്ട് ഒരാൾ തന്നെ അഭിനയിക്കും. ഒരാൾ ഇവിടെ ഡയലോഗ് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അപ്പുറത്തേക്ക് മാറി മൊത്തം ഒരു വേഷപ്രച്ഛന്നതൊന്നുമില്ല, അതേ ഇതിൽ തന്നെ മൊത്തം മാറി ഒരു വയസ്സനാകും, ഒരു ചെറുപ്പക്കാരനാകും, ഒരു കുട്ടിയാകും. ഇങ്ങനെ ഒരു സെക്കൻഡിൽ തന്നെ പല 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 കഥാപാത്രങ്ങൾ ചെയ്ത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്താണ്. അതിനാണ് സമ്മാനം കിട്ടിയത്. അഖില കേരള ബാലജനസഖ്യം നടത്തിയ മത്സരത്തിനാണ്. അതിന് കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള കോമ്പറ്റീഷൻ പ്രൈസ് കിട്ടുന്നത് എനിക്ക്. അപ്പോൾ അത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് തരികയും ഹെഡ് മാസ്റ്റർ അന്ന് സമ്മാനം കിട്ടിയ ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ആ വരാന്തയിൽ ഈ മൈക്ക് വെച്ചിട്ട് അത് അവതരിപ്പിക്കുകയും കുട്ടികൾ ആർത്ത് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തുകൊണ്ട് ആ കയ്യടിയിൽ കേട്ടുകൊണ്ട് ഞാനിങ്ങനെ കുളിർത്ത് വരുമ്പോഴാണ് ഈ കയ്യടിക്കിടയിൽ വളരെ നേർത്ത ശബ്ദമാണ് ഈ ടീച്ചർ പറഞ്ഞത്. അതിനേക്കാളും എൻ്റെ കാത് ശ്രദ്ധിച്ചത് ടീച്ചർ പറഞ്ഞതാണ്, ഇങ്ങനെ കോമാളിത്തരം കാണിക്കാൻ കൊള്ളാം, പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്നും എൻ്റെ സിനിമകൾ ഓടുമ്പോൾ ഞാൻ കാതോർക്കുന്നത്, എന്നെ വിഷമിപ്പിക്കുന്നത് ആരെങ്കിലും ഒരാൾ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും. അതായിരിക്കും എൻ്റെ മൊബൈലിൽ ഒരു 100 കണക്കിന് മെസ്സേജുകൾ വരും. പടം നന്നായിരിക്കുന്നു, ഗംഭീരമായിരിക്കുന്നു. ഇടയ്ക്ക് ചിലർ വരും, ഞങ്ങളുടെ കാശ് പോയി, ഇനിയെങ്കിലും നിങ്ങൾ സിനിമ എടുക്കൽ നിർത്തൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മറ്റു മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ മെസ്സേജ് ഞാൻ എന്നും സൂക്ഷിച്ചു വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനത് എടുത്ത് വെച്ചു. അതാണ് സിദ്ദിഖിനെ കുറിച്ച് ആൾക്കാരെ പറയുന്നത്, എപ്പോഴും അവൻ നെഗറ്റീവിലാണ് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് 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 എൻ്റെ ആദ്യകാലം മുതലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഞാനും ലാലും തമ്മിലുള്ള ലാലത് അപ്പോഴേ മറക്കും. ഞാനത് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും. എപ്പോഴും നെഗറ്റീവാണ് ഞാൻ പേടിക്കുന്നത്. എന്ത് കാര്യത്തിലും എന്തൊക്കെ കുഴപ്പങ്ങൾ വരാമെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാലും ലാൽ അഗ്രസീവാണ്. ലാൽ അതൊന്നും ശ്രദ്ധിക്കില്ല, വരുന്ന പോലെ വരും. അങ്ങനെ തന്നെ പറയും. നോക്കിയിട്ട് നമ്മൾ സിനിമ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവരോട് പോകാൻ പറയാമെന്ന് പറയും. ലാൽ അത് അപ്പോൾ വിഷമിക്കും. ലാലിനും വിഷമില്ല എന്നല്ല, അത്തരം കമൻറ്റുകൾ, അത്തരം കുറ്റപ്പെടുത്തലുകളൊക്കെ ലാലും വേദനിക്കും. പക്ഷെ ലാൽ ആ സെക്കൻഡിൽ അത് വലിച്ചു പറഞ്ഞിട്ട് അവരോട് അതിനെ പെട്ടെന്ന് അതിജീവിക്കാനുള്ള സിദ്ധിയുണ്ട്. ഞാനും അതിജീവിക്കും, പക്ഷെ ഞാൻ കുറച്ച് കാലം എടുക്കും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദങ്ങളുമില്ല, വലിയ നിരാശകളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെയോ എത്തി നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നേട്ടങ്ങളാണ്. പുല്ലേപ്പടി ജംഗ്ഷനിലേക്ക് മലയാള പ്രേക്ഷകരെ സിദ്ദിഖും ലാലും കൂടി അങ്ങ് കൊണ്ടുവന്നു. ഒരുപക്ഷെ ആ ജംഗ്ഷനിൽ വെച്ചാണ് നിങ്ങൾ മലയാള പ്രേക്ഷകരെ അമ്മാനമാടാൻ തുടങ്ങിയത്. അവിടുത്തെ പരീക്ഷണമാണ് പിന്നീട് മലയാള സിനിമയിൽ വലിയൊരു പരീക്ഷണമായി മാറിയത്. അവിടെ ഞങ്ങളങ്ങനെ സിനിമാ പ്രവർത്തകരാകുമെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. സിനിമകൾ കാണുക, സിനിമ കാണാൻ വേണ്ടിയാണ് ഉണരുന്നത് തന്നെ. രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഇന്ന് ഏതൊക്കെ സിനിമ കാണാൻ, പ്രധാന ഭക്ഷണം സിനിമയാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ വരെ. ഇനി അതിനുശേഷം ഒരു ഷോ ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സങ്കടം, ദുഃഖം. സിനിമ കാണാൻ വേണ്ടി ജീവിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ സിനിമയായിരുന്നു ഞങ്ങളുടെ ചർച്ച. അക്കാലത്തെ സിദ്ദിഖിൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ വരാൻ ആഗ്രഹിക്കുന്നു. വരട്ടെ. എനിക്ക് സിദ്ദിഖിനോട് ചോദിക്കാനുള്ളത്, എല്ലാ കാലത്തും, പഠിക്കുന്ന കാലത്തും പഠിച്ചതിന് ശേഷവും ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ, പട്ടിണിക്കാർ, പ്രാരാബ്ധക്കാർ, തൊഴിലില്ലാത്തവർ, വിഷമം അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള മനുഷ്യരുമായി അക്കാലത്ത് തന്നെ സിദ്ദിഖിന് വലിയ ബന്ധമുണ്ടായിരുന്നു. സിനിമയിൽ പോയി വലിയ തരത്തിൽ വിജയമുണ്ടായി, പണമുണ്ടായി, വേണമെങ്കിൽ ഒരുപാട് മാറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന പശ്ചാത്തലത്തിൽ നിന്നിട്ടും ആ വിപുലമായ സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, പട്ടിണിക്കാരോടും പാവപ്പെട്ടവരോടൊക്കെയുള്ള വിപുലമായ ബന്ധം ഇന്നും നിലനിർത്താൻ സിദ്ദിഖിനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന നന്മയുടെ പിന്നിലുള്ള വികാരം എന്താണ്? ഈ ചങ്ങാതി നിങ്ങളുടെ കൂടെ പഠിച്ചതാണ്. എൻ്റെ മഹാരാജ് എം വി ബെന്നി ഞങ്ങളുടെ മഹാരാജ് കോളേജിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു. മലയാളം വാരികയുടെ എഡിറ്ററും ഒക്കെ ആയിരുന്നു. എം വി ബെന്നി എൻ്റെ കൂടെ പഠിച്ചാണ് മലയാളം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മഹാരാജസിൻ്റെ ഡിഗ്രി. അപ്പോൾ ബെന്നിയെ പോലെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെടും, അങ്ങനെ ആളുകൾ മാറുമോ? നമ്മൾ ആളുകൾ മാറുന്നുള്ള കാര്യം സിദ്ദിഖിന് അറിയില്ല. സിനിമയിൽ എത്ര പേര് മാറിയിട്ടുണ്ട്. പക്ഷെ അവരവർക്ക് മാറില്ലല്ലോ.
മറ്റുള്ളവർക്ക് മാറാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കാണുന്നത് പലരും പല ആംഗിളിലാണ്. സിദ്ദിഖ് വൻ വിജയം കൊയ്യുമ്പോൾ സിദ്ദിഖിനെ കാണുമ്പം ഹായ് എന്ന് പറയുന്ന ആള് സിദ്ദിഖ് വൻ പരാജയത്തിൻ്റെ പടുക്കുഴിയിലാണെങ്കിൽ തിരിഞ്ഞു വന്നു പോകുന്ന കാഴ്ചയില്ലേ സിനിമയിൽ? അതുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അതിന് നമ്മൾ അവരുടെ ആംഗിളിലാണ് കാണുക. എൻ്റെ ആംഗിളിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദങ്ങളുമില്ല, വലിയ നിരാശകളുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെയോ എത്തി നിൽക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നേട്ടങ്ങളാണ്. മറ്റുള്ളവർ എന്നെ ഇപ്പോഴത്തെ ഒരു ആംഗിളിലാണ് എന്നെ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ മേളിലേക്ക് പോകുന്നുണ്ടോ എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ നോക്കുന്നതല്ല, ഞാൻ തുടങ്ങിയിടത്തുനിന്ന്. സിദ്ദിഖ് നോക്കുന്ന ഒരു പക്ഷേ ഈ പറഞ്ഞ ഒരു സ്കൂൾ വിദ്യാർത്ഥി മിമിക്രി മോണാക്ട് നടത്തുന്നു, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഒരു ക്ലാർക്കായി ചേരുന്നു. ഒരു ക്ലാർക്കിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന ദൂരം, അതാണ് സിദ്ദിഖ് അളക്കുന്നത്. അതെ, എല്ലാം ഞാൻ തന്നെയല്ലേ, ബേസിക് ഞാൻ തന്നെയല്ലേ. ഇതേ ശരീരം തന്നെയായിരുന്നു, ഇതേ ബുദ്ധി തന്നെയായിരുന്നു, ഇതേ കൈകൊണ്ട് തന്നെ, ഇതേ ബുദ്ധി കൊണ്ടും ഒക്കെ തന്നെയാണ് ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെയാണ് ഇന്നും ബേസിക്കലി. പക്ഷേ എൻ്റെ പ്രവർത്തന മേഖല മാറി എന്ന് വെച്ചിട്ട് ബേസിക് ഞാൻ മാറാൻ പാടില്ലല്ലോ. അങ്ങനെ കലാഭവനിലെത്തുന്നു. കലാഭവനിലെത്തി. അതിനിടയിലാണ് ഒരു ക്ലാർക്കിൻ്റെ ജോലി കിട്ടുന്നത് സിദ്ദിഖിന്. അതെല്ലാം കൂടിയാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴാണ് എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നത്. അപ്പോൾ മഹാരാജാസ് കോളേജിലെ എൻ്റെ പഠനം ഞാൻ ഈവനിങ് കോളേജിലേക്ക് മാറ്റി. അപ്പോൾ മഹാരാജാസിലെ ഈവനിങ് കോളേജിലെ പഠനം, സ്കൂളിലെ ജോലി, കലാഭവനിലെ മിമിക്സ് പരേഡ്, ഇതെല്ലാം കൂടിയാണ് ഒരുമിച്ച് പോകുന്നത്. അതായത് 24 മണിക്കൂർ തികയാതെ വരുന്നൊരു സമയമുണ്ടല്ലോ. ഈവനിങ് ക്ലാസ്സിൽ പോയത് കൊണ്ട് സിദ്ദിഖിന് കുറച്ച് പൈസ നഷ്ടം ഉണ്ടായെന്ന് ആരോ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ബൾബ് മേടിച്ചോണ്ട് പോകുമായിരുന്നു സ്കൂളിൽ. അല്ല, കോളേജിൽ ഞാൻ 5:30-6 മണിക്ക് ക്ലാസ് വിട്ടിട്ട് നേരെ കോളേജിൽ ചെല്ലുമ്പോൾ രാത്രി ഈ ക്ലാസ് റൂമുകളിൽ ബൾബ് തൂങ്ങുന്നത്, അത് രാത്രിക്ക് വേണ്ടിയിട്ടാണ് ബൾബ് അവിടെ തൂങ്ങുന്നത്. ഡേ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഇതെന്തിനും ഇവിടെ ഒരു ബൾബ്, അവർക്കറിയില്ല ഇത് വൈകുന്നേരം ഇവിടെ ചില വിദ്വാന്മാർ ഇവിടെ പഠിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, ഒരു ബൾബ് കിട്ടിയ നല്ല കാര്യം അവർ പൊട്ടിച്ചു കളയും. അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജാണല്ലോ മഹാരാജ്, അവിടെ ഒരു ബൾബ് പൊട്ടിപ്പോയാൽ ആ ബൾബിന് രണ്ടാമത് ഇടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്. അപ്പോൾ അവസാനം ഞാൻ തന്നെ ബൾബ് കാശ് കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ദയാനന്ദൻ സാറാണ്, പ്രൊഫസർ ദയാനന്ദൻ സാറാണ് അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, തുറവൂർ വിശ്വംഭര സാർ ഒക്കെയാണ്. അവർ പറഞ്ഞു, സിദ്ദിഖ് ഒരു കാര്യം ചെയ്യും, സിദ്ദിഖ് ബൾബ് വാങ്ങിച്ചുകൊണ്ട് വരും എന്ന് പറയും. ബൾബ് സിദ്ദിഖിന് ഉരുകൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഞാൻ വന്നിട്ട് ബൾബ് ഇടും, സാറ് ടോർച്ചടിച്ച് തരും, ഞാൻ ബൾബ് ഇടും. വേറൊരു തമാശയുള്ള ഞാൻ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്, എന്നെ പഠിപ്പിക്കാൻ 3 അധ്യാപകരാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കും 3 അധ്യാപകർ മാറി മാറി വരികയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു വലിയൊരു സൗഭാഗ്യം സിദ്ദിഖിന് കിട്ടി. പിന്നെ പലപ്പോഴും കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ നേരെ ഞാനും സാറും കൂടി പോയി പാർക്കിൽ പോയി അവിടുത്തെ അവിടെ ഇരുന്ന് ക്ലാസ് തുടരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ സിദ്ധിക്കുക എന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് നടന്നുകൊണ്ട് സാറ് റോട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ക്ലാസ് എടുക്കും. വളഞ്ഞമ്പലത്ത് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ദയാനന്ദൻ സാറാണെങ്കിൽ വളഞ്ഞമ്പലത്താണ്, വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് വരെ ക്ലാസ് നടത്തും. സാർ അവിടെ ഇരുത്തിയിട്ട് എനിക്കൊരു ചായ തരും. ആ ചായയും തന്നിട്ടാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കൊരു 9-9:30 ആവും. അതേപോലെ തന്നെയാണ് വിശ്വംഭരൻ സാറിൻ്റെ കാര്യമാണെങ്കിൽ. വിശ്വംഭരൻ സാറ് ഞാനുമായിട്ട് നടക്കും. സാറിൻ്റെ വീടന്ന് പച്ചാളത്താണ്, പച്ചാളം വരെ ഞാൻ സാറിൻ്റെ കൂടെ നടക്കും. ഈ പോകുന്നൊക്കെ ക്ലാസ്സാണ്. സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പഠിക്കുമായിരുന്നു നന്നായി പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. കണക്ക്, സയൻസ്, അത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് അതിൽ മറ്റു മലയാളമൊക്കെ എനിക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചു. ആർട്സാണ് നമ്മുടെ വിഷയം അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു താല്പര്യവുമായി ബന്ധപ്പെട്ടാണല്ലോ. എനിക്ക് താല്പര്യം ഉള്ള ഇപ്പോൾ ചരിത്രം, ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഫുൾ മാർക്കാണ്. കലാഭവനിലേക്കുള്ള എൻട്രി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയൊരു സ്ഥാപനമാണ് കലാഭവൻ. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഉണ്ടായതാണോ കലാഭവൻ എന്ന് തോന്നുന്നുണ്ട്. കലാഭവൻ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ പലരും സിനിമയിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തില്ലായിരുന്നു. എത്തുമായിരിക്കും കറങ്ങി തിരിഞ്ഞൊക്കെ എന്ന് എനിക്ക്. ഇതൊരു പഴയ ചിത്രമാണ്. അതെ, ഇതിൽ എവിടെയാണ് സിദ്ദിഖ് ഞാൻ ആലോചിച്ചു. ഞാൻ ഏറ്റവും അപ്പുറത്തുണ്ടല്ലേ ഈ ചിത്രത്തിൽ സുമുഖനായി കാണപ്പെടുന്നുണ്ടല്ലോ സിദ്ദിഖ്. താടി കുറച്ച് കുറവായിരുന്നു. അന്ന് താടി കുറവാണ്, താടി വരുന്ന സമയമാണ്. ഇതില് സൈനുദ്ദീൻ ഇല്ല. സൈനുദ്ദീൻ മരിച്ചുപോയി. ലാല് അന്നും ഇതേ രൂപം തന്നെയാണ്. അല്ലെ, താടി കുറച്ച് കൂടുതലാണ്. തടിച്ചില്ല. പഴയൊരു ചിത്രമാണ്. പഴയ ഞങ്ങൾ മിമിക്സ് പരേഡ് തുടങ്ങിയ സമയത്തുള്ള ചിത്രമാണ്. തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മിമിക്സ് പരേഡിന്റെ ഒരു സൃഷ്ടികർമ്മം നടത്തിയത് സിദ്ദിഖാണല്ലോ. അതെ, ഞാനാണ് ആ പേരിട്ടത്, മിമിക്സ് പരേഡ് എന്നുള്ള പേരിട്ടത്. ഞാൻ ലാലും കൂടി ചെയ്യുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മിമിക്സ് പരേഡിന്റെ സ്ക്രിപ്റ്റാണ്. ഒരാൾ വരേണ്ട സമയമായിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ
ഏത് ചാനൽ നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മിമിക്സ് പരേഡും മിമിക്രിയും കോമഡിയും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ ആ തുടക്കം അന്ന് ഒരു കലാരൂപമായിട്ട് ചിട്ടപ്പെടുത്തിയെടുത്തത് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത് സിദ്ദീഖാണ്. അത് ഞാൻ പറയുന്നതിനേക്കാൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആരെക്കാൾ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആൾ സിദ്ദീഖാണ്. അതുകൊണ്ട് സിദ്ദീഖ് തന്നെ നിങ്ങളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. വർക്കിച്ചൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു വലിയ കമ്പനിയുടെ ഒരു വലിയ പോസ്റ്റിലാണ്. കല അപ്പോഴേ വിട്ടു. അതായത് വർക്കിച്ചൻ നന്നായി പഠിക്കുമായിരുന്നു. വർക്കിച്ചൻ പേരിനോട് നീതി പുലർത്തി. വർക്കിച്ചൻ അന്ന് MSW ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന ഉടനെ വർക്കിച്ചന് ഒരു വലിയ ജോലി കിട്ടിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ കണ്ടീഷൻ മിമിക്രിയൊക്കെ അവസാനിപ്പിക്കണം. അങ്ങനെ വർക്കിച്ചൻ പോയ ഒഴിവിലാണ് നമ്മുടെ NF വർഗീസും സൈനുദ്ദീനും ഒക്കെ പിന്നീട് വന്നത്. അപ്പോൾ ഈ വർക്കിച്ചൻ ആദ്യകാലത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വർക്കിച്ചൻ പേട്ട കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മോണോ ആക്ടിന് മിമിക്രിക്ക് 1ാം സമ്മാനം കിട്ടിയ ആളാണ് വർക്കിച്ചൻ പേട്ട. കലാകാരനെ നമുക്ക് നഷ്ടമായി, യഥാർത്ഥത്തിൽ ശരിക്കും നഷ്ടമായി. അതാണ് ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, കലാകാരന്മാർക്ക് നല്ല ജോലി കിട്ടാൻ പാടില്ല. വർക്കിച്ചൻ്റെ വർക്കാണ് വർക്കിച്ചനെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്. വർക്കിച്ചൻ്റെ ബുദ്ധി, വർക്കിച്ചൻ നന്നായി പഠിക്കുമായിരുന്നു. അതുകൊണ്ടൊരു നല്ല ഉദ്യോഗസ്ഥനുണ്ടായി. പക്ഷെ മലയാളത്തിനൊരു നല്ല കലാകാരനെ നഷ്ടം. ആ ഉദ്യോഗം വേറെ ആർക്കും അനുഷ്ഠിക്കാമായിരുന്നു. അതെ. പക്ഷേ ഈ ഒരു ജോലിയിലേക്ക് വർക്കിച്ചൻ നിന്നിരുന്നെങ്കിൽ വർക്കിച്ചൻ ഇന്ന് അറിയപ്പെടുന്നൊരു കലാകാരൻ, യാതൊരു സംശയമില്ല. കാരണം നല്ല ശബ്ദമാണ് വർക്കിച്ചൻ, നല്ല ശബ്ദമാണ്. പിന്നെ നല്ല സ്റ്റേജ് പ്രസൻസ് ഉണ്ട്, നല്ല പ്ലീസിങ് ആണ്. എന്തുകൊണ്ടും വർക്കിച്ചൻ ഒരു ആർട്ടിസ്റ്റ് ആകേണ്ട ആളായിരുന്നു. സിദ്ദിഖിൻ്റെ നമ്പറുകൾ, അപ്പോൾ ഈ മിമിക്സ് പരേഡിൻ്റെ ഒരു സൃഷ്ടികർമ്മം നടത്തുന്നത് സിദ്ദിഖാണ്. എന്തായിരുന്നു ഐഡിയ വരാൻ കാരണം? അതൊക്കെ അവിചാരിതമായി നമ്മുടെ നിലയിൽ വന്നതാണ്. അത് ഞങ്ങളന്ന് ചെല്ലുമ്പോൾ അൻസാറും പ്രസാദും ഉണ്ട്, പിന്നെ അശോക്, ഹക്കീം, ഇവർ 4 പേര് കൂടിയിട്ടാണ് ഈ മിമിക്രി ഒരു ഫുൾ ട്രൂപ്പായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്ത്. നടക്കുന്നില്ല. ഇടയ്ക്ക് അശോകും ഹക്കീമും വഴക്കിട്ട് പോവുകയും ചെയ്തു. പിന്നെ പ്രസാദും വഴക്ക് അവിടുത്തെ ഒരു നിത്യ സംഭവമായിരുന്നല്ലേ. ഈഗോ കലാകാരന്മാർക്ക് എപ്പോഴും വഴക്ക് എന്ന് പറയുന്നത് കലാകാരന്മാരുടെ വളരെ പാവമായിരുന്നു. സിദ്ദിഖ് പോലും അവിടെ പൊട്ടിത്തെറിച്ചിട്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഞാനും വഴക്കിട്ട് തന്നെയാണ് പിരിച്ചത്. അതിലേക്ക് ഞാൻ വരാം. വഴക്കിട്ട് പിണങ്ങി പോയ കാര്യമൊക്കെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തമാശയാണ്. അപ്പോൾ അന്ന് ഒരു റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാലും അവിടെ ചെന്നു. ലാലിൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് എൻ്റെ മകനും അവൻ്റെ ഫ്രണ്ടും കൂടി മിമിക്രി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, അച്ഛൻ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ലാലിൻ്റെ ഫാദറിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. തബല മാസ്റ്ററായിരുന്നു. ഭയങ്കര രസികനാണ് ലാലിൻ്റെ ഫാദർ. തമാശ എന്ന് പറഞ്ഞാൽ ഫാദർ തന്നെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജീവിതത്തിൽ ഇങ്ങനെ തമാശ പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഫാദറിനേക്കാളും കുറേ കൂടി സെൻസ് ഓഫ് ഹ്യൂമർ കൂടിയ ആളാണ്. അത് ലാൽ ഇവിടെ ഇരുന്നൊരു സംഭവം പറഞ്ഞു. അതായത് അച്ഛൻ അവസാന കാലത്ത് ആശുപത്രി കിടക്കുമ്പോൾ നമ്മുടെ സലിംകുമാർ വന്നിട്ട് ഈ ഓക്സിജൻ്റെ മാസ്കെല്ലാം മേടിച്ച് 2 പേരും കൂടി ഒരു പൈൻറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗം. അതെ. അതൊക്കെ അത്തരം ഒരുപാട് തമാശകളുണ്ട്. ലാലിൻ്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ ഇത്രയും ലളിതമായിട്ട് കാണുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും വേദനിച്ചോ അല്ലെങ്കിൽ വിഷമിച്ചോ ഞാൻ ലാലിൻ്റെ ഫാദറിനെ കണ്ടില്ല. എപ്പോഴും ഭയങ്കര പ്ലസൻ്റാണ്, തമാശയാണ്. പുള്ളി നമ്മളുടെ കൂടെ കൂടുമ്പോൾ നമ്മളുടെ ഏജിലാണ് പുള്ളി വർക്ക് ചെയ്ത് നമ്മളോടൊപ്പം തമാശ പറഞ്ഞു. മകൻ്റെ കൂട്ടുകാരാണെന്നുള്ളതല്ല, മകനാണ്, മക്കളാണെന്നുള്ള എല്ലാവരോടും കൂട്ടുകാരെ പോലെയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മിമിക്സ് പരേഡ് നിങ്ങൾ ഉണ്ടാക്കുന്നു. സ്ക്രിപ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നു. അതുണ്ടാക്കിയിട്ട് അതിന് പേര് കൊടുക്കാനായിട്ട് പല പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ ഞാനാണ് മിമിക്സ് പരേഡ് എന്ന പേര്, അതാണ് അച്ഛൻ അപ്രൂവ് ചെയ്ത പേര്. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളാണിത് എഴുതിയത് എന്ന് പറഞ്ഞാൽ സീനിയറായിട്ടുള്ള എല്ലാവരും ഇതിനെ എതിർക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എഴുതിയതാണെന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് കലാഭവൻ്റെ സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് KV പ്രകാശ്. അദ്ദേഹത്തോട് കൊണ്ടുപോയിട്ട് ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, സാറാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എഴുതിയതാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഒബ്ജക്റ്റ് ചെയ്യും. അങ്ങനെ സാറ് നല്ല ഒത്തൊരുമയുള്ള സമയമായിരുന്നു. നമുക്കതിൻ്റെ ക്രെഡിറ്റ് വേണ്ട, നമുക്ക് ഈ പ്രോഗ്രാം നന്നാകണം എന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റേ വേണ്ട. പുള്ളി വന്ന് ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചതും ഇവരെല്ലാവരും കൂടി എഴുന്നേറ്റൊന്ന് കൈയടിച്ചു. അപ്പോൾ നമുക്ക് സന്തോഷമായി. ഇത് ഗംഭീരമായിരിക്കുന്നു, ഇത് സക്സസ് ആവും.
എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ബാക്കിയുള്ളവരും പ്രകാശ് സാറിന് സമ്മതിക്കണം കേട്ടോ, ഒഫ്സലായിട്ട് എഴുതിയിട്ടുണ്ട്, എല്ലാം നല്ല രസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു ഇൻ്റർവെൽ ഇടാനൊക്കെ പാടാണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാം ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അപ്പോൾ ഒരു ഇൻ്റർവെൽ വേണം, ഇൻ്റർവെൽ കഴിഞ്ഞ് കോഫ് വേണം, അതേപോലെ തന്നെ ഇത് കൊണ്ടുവന്ന് മനോഹരമായിട്ട് കൊണ്ടുവന്ന് ലാൻഡിങ്ങും വേണം. അപ്പോഴേ ഇതിന് എൻഡിൽ കൈയടിച്ചാൽ ഇതിനൊക്കെ കാര്യമുള്ളൂ. എത്രയോ നേരം ചിരിപ്പിച്ചിട്ട് എൻഡിലായപ്പോഴേക്കും ആളുകൾ കൂകിയാൽ ഈ ഷോ പൊളിഞ്ഞു. അപ്പോൾ എൻഡിൽ വരെയും ആ ടെമ്പോ നിലനിർത്തണം. എൻഡിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്. ആ സ്ക്രിപ്റ്റിംഗ് ആണ് ശരിക്കും സിദ്ദിഖ് ലാൽ സിനിമയുടെ എല്ലാ ചെരുവുകളുമാണ് അതിനകത്ത് ആ ഫ്ലോ വേണം. അതുപോലെ എല്ലാ നമ്മളുടെ കൂടെയുള്ള എല്ലാവരുടെയും കഴിവുകളെ അതിനകത്ത് കറക്റ്റായിട്ട് ചേർത്ത് എല്ലാവർക്കും പാർട്ടുള്ളത്. എപ്പോഴാണ് ഇവർ അറിയുന്നത് ഇത് യഥാർത്ഥത്തിൽ സിദ്ദിഖും? അത് പ്രകാശ് സാർ തന്നെ പിന്നീട് എപ്പോഴോ ശേഷം പറഞ്ഞു, ഇത് എൻ്റെ അല്ല, ഇത് അവരാണ്, ഇതിൻ്റെ ആളുകൾ അവരാണ്, സിദ്ദിഖ് ലാലും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. എല്ലാ വിളക്കുകളും അടച്ചു തരേണ്ടതാണ്. ഈ വെടിക്കെട്ട് നടക്കുന്ന പരോത്സവങ്ങളിൽ ആരും തീപ്പട്ടികല്ലുകൾ ഒരുക്കുകയോ വീടിന് തീ കൊളുത്തുകയോ ചെയ്യരുത്. വെടിക്കെട്ട് ആരംഭിക്കുകയാണ്. ഇതാണ് തുടക്കം. മിമിക്സ് പരേഡ് തുടങ്ങി. ഇത് മിമിക്സ് പരേഡിൻ്റെ ഷോ അല്ല. അത് കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായി. അച്ഛന് പൗരാവലി നൽകിയ ഒരു വലിയ സ്വീകരണം. അന്ന് ഞങ്ങളെല്ലാവരും കൂടി അവതരിപ്പിച്ചതാണ്. അതാണ് യൂണിഫോം ഇല്ലാത്തത്, അല്ലെങ്കിൽ ജുബയും പാൻറ്റും ആയിരിക്കും. ഇതാണ് തൃശ്ശൂർ പൂരമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആലോചിച്ചിട്ട് ഇത് ശബ്ദ അനുകരണവും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ശബ്ദാനുകരണം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും പെരുമയുള്ള പൂരത്തിൻ്റെ വെടിക്കെട്ടാണ്. ആ വെടിക്കെട്ട് അവതരിപ്പിച്ചാലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതിങ്ങനെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏറ്റവും വലിയതെന്താണ് അത് വെച്ചിട്ടാണ്. ആ ടേക്ക് ഓഫ് തന്നെ ജനം ഞെട്ടിപ്പോവുകയാണ്. വെടിക്കെട്ട് വായു കൊണ്ട് ഇങ്ങനെ അന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. അവിടെ നിന്ന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജനം ചിരിച്ച് കൈയടിച്ച് 2-2.5 മണിക്കൂർ ഇരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ സക്സസ്സാണ് ഞങ്ങളെയൊക്കെ സിനിമയിലേക്ക് എത്തിക്കാൻ ശക്തി ഉണ്ടായി. അതിന് ജയറാം ആ വഴിയാണ്. പിന്നീടാണ് ജയറാം വന്നത്. ലാലിന് പകരമാണ് ജയറാം വരുന്നത്. സിദ്ദിഖും ലാലും ഒക്കെ മമ്മൂട്ടിയുടെ കണ്ണിൽപ്പെടുന്നു. ആ കണ്ണിലൂടെ ഫാസിലിൻ്റെ കണ്ണിലേക്ക് വരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ മലയാള സിനിമയിൽ നല്ലൊരു സിനിമയ്ക്കുള്ളൊരു ചേരുവകയാണത്. തീർച്ചയായിട്ടും മമ്മൂക്ക അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ, ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം കാണാൻ മമ്മൂക്ക അന്ന് ശ്രീനിവാസനുമായിട്ട് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ വന്നിട്ടുണ്ട്. മമ്മൂക്കയും ഞങ്ങളുമായിട്ടുള്ള അടുപ്പം എന്താണെന്ന് വെച്ചാൽ അൻസാറിൻ്റെ ബ്രദർ ഷറഫും മമ്മൂക്കയും ഭയങ്കര കൂട്ടുകാരാണ്. ഞാനും ലാലും പോലെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അന്ന് മിമിക്രി കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം മമ്മൂക്ക അന്ന് സിനിമയിൽ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മമ്മൂക്കയൊക്കെ കളിച്ചിറങ്ങി കഴിയുമ്പോഴാണ് ഇവന്മാരെ ഒന്ന് കയറുന്നത്. അതെ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, അവരുടെ ഒരു തുടർച്ച പോലെ. അപ്പോൾ മമ്മൂക്ക അപ്പോൾ തരക്കേടില്ലാത്ത വേഷങ്ങൾ അങ്ങനെ കിട്ടി വരികയാണ്. സ്ഫോടനത്തിൻ്റെ ഷൂട്ടിങ് ആലപ്പുഴ നടക്കുമ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലൊരു പ്രോഗ്രാമുണ്ട് കാർമൽ ഹാളിൽ. ആലപ്പുഴ കാർമൽ ഹാളിൽ ഞങ്ങളുടെ മിമിക്സ് പരേഡുണ്ട്. അപ്പോൾ അൻസാറും മമ്മൂക്കയെ വിളിക്കുന്നു. നമുക്ക് ഇന്ന് ഞങ്ങളുടെ പരിപാടിയുണ്ട്, ഷൂട്ടിങ് കഴിഞ്ഞാൽ കാണാൻ വരുമോ എന്ന് ചോദിച്ചാൽ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്കയാണ് ഫാസിൽ സാറിനെ വിളിച്ചുകൊണ്ട് ആ പ്രോഗ്രാമും. എറണാകുളത്തുള്ള കുറച്ച് പിള്ളേരാണ്, നല്ല രസമാണ് അവരുടെ പരിപാടി. ഫാസിലൊന്ന് കാണാം. അപ്പോൾ പാചിക്കയ്ക്ക് ഒരു താല്പര്യമുണ്ട്. കാരണം പാചിക്കയും മിമിക്രിയിൽ നിന്ന് വന്ന കലാകാരനാണല്ലോ. പാചിക്കയും വേണുവേട്ടനും അവരും ഏതാണ്ട് മമ്മൂക്കയുടെയൊക്കെ സമകാലീനരാണ്. അപ്പോൾ അവരും മിമിക്രിയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇവരെന്താണ് ഇപ്പോഴത്തെ തലമുറ എന്താണ് മിമിക്രി എന്ന് പറഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പാചിക വന്നിരുന്നു. 2.5 മണിക്കൂർ ഓടിരുന്നു, പ്രോഗ്രാം കണ്ടു, എൻജോയ് ചെയ്തു. ഗ്രീൻ റൂമിൽ വരുന്നു. അവിടെ വെച്ചിട്ടാണ് മമ്മൂക്കയാണ് പരിചയപ്പെടുത്തുന്നത്. ഫാസിലെ ഇവരൊക്കെയാണ്, ഇത് എൻ്റെ ഷറഫിൻ്റെ അനിയൻ. അപ്പോൾ അൻസാറിനെ അറിയാം, പാച്ചിക്കയുടെ കൂടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അവിടെ വെച്ചിട്ടാണ് അൻസാർ പറയുന്നത്, ഇവർ രണ്ടുപേരും സിദ്ദിഖ് ലാലും ചില കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പാച്ചിക്കയുടെ അടുത്തൊന്ന് പറയാൻ. അതിനെന്താ വന്നോളൂ, അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ഒരു ദിവസം വിളിച്ചിട്ട് വന്നോളൂ എന്ന്. ആ വരവാണ് മലയാള സിനിമയിലേക്ക്. ഞങ്ങൾ നേരം പാച്ചിക്കയെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ സിദ്ദിഖ് പറഞ്ഞില്ലേ വേണ്ട ലാൽ എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അപ്പം അതിന് മുൻപേ ഞങ്ങൾ പലപ്പോഴും ഞാൻ മാറി പിന്നെ ഞാൻ അതിനകത്തേക്ക് ഇൻവോൾവ്ഡ് ആയി. ഈ സ്ക്രിപ്റ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആയി തുടങ്ങി. കാരണം ആദ്യത്തിലൊക്കെ ഇവർ JC സാറിനെ കാണാൻ പോയിട്ടില്ല. അന്ന് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പകരം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഉസ്മാൻ, ഖത്തറിലുള്ള ഉസ്മാനും ലാലും കൂടിയാണ് പോയത്. ആ പോയ ഉടനെ തന്നെ ചെന്ന വഴി തന്നെ അവിടെ JC സാറിൻ്റെ വീട്ടിലൊരു നിലവിളക്ക് ഇങ്ങനെ
വെച്ചിട്ടുണ്ട്, ഒരു വലിയ നിലവിളക്ക് ഡ്രോയിങ് റൂമിൽ. വരും ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ചെന്ന വഴി തന്നെ ഇവർ രണ്ടുപേരും കൂടി ആ നിലവിളക്ക് തട്ടി താഴെ ഇട്ടു. അതിങ്ങനെ തവിട് പൊടിയായി. അപ്പോഴേ ജെസ് സാറ് മനസ്സിൽ നിന്ന് വെട്ടി ഇവരെ. പിന്നെ ഇവർ നിലവിളക്ക് എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യണം, പക്ഷെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ക്രോണിക് പാച്ച് ഏതൊരു സിനിമയിലുണ്ടല്ലേ, ഹിറ്റ്ലറിൽ ഒരു പ്രതിമയായിട്ട് വരുന്നതാണ്. ഇവർ രണ്ടുപേരും കൂടി പിന്നെ ഈ ജെസ് സാർ ഇങ്ങനെ ഇരിക്കണം, സാറില്ല വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിട്ടേക്കെന്ന് പറയുമ്പോൾ മൂപ്പറുടെ മനസ്സിൽ ദേഷ്യമായിരിക്കും. എല്ലാം കഷ്ണങ്ങളായി. അത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഇതാണ്, നിലവിളക്കാണ്. അവർ എങ്ങനെ സെറ്റ് ചെയ്താലും ഇത് ശരിയാകുന്നില്ല. അവസാനം അതെല്ലാം കൂടി അവിടെ വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് വന്നു കിടന്ന് വീണ് കിടന്ന് ചിരിക്കുകയാണ്. ആ സിനിമ അതോടുകൂടി തീർന്നു എന്ന് അവർക്ക് മനസ്സിലായി. ജെ സി സാറിൻ്റെ അടുത്തേക്ക് ഇനി ഒരു കാലത്തും പോകാൻ പറ്റും. പിന്നെ അങ്ങനെ പല അനുഭവങ്ങളും ബാലേന്ദ്ര മേനോൻ സാറിനെ പോയി കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ ബാക്ക് വലിഞ്ഞു നിന്നു. പിന്നെ ലാൽ എന്നെ നിർബന്ധിച്ചു. അപ്പോൾ അങ്ങനെ എത്തിച്ചു. അങ്ങനെ ഫാസിൽ സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഫാസിൽ സാറ് പറഞ്ഞു, ഇത് കൊള്ളാം, നല്ല രസമുണ്ട്, നിങ്ങൾ ഫ്രഷായിട്ട് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സിനിമ കുറച്ചുകൂടി പഠിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇത് എൻ്റെ സ്റ്റൈലിലുള്ള കഥയല്ല, എനിക്ക് എടുക്കാൻ പറ്റുന്ന കഥയല്ല, പക്ഷെ ഇത് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ആദ്യത്തെ ഞങ്ങളുടെ സ്ക്രിപ്റ്റുകൾ. അങ്ങനെ ഫാസിൽ സാറിൻ്റെ കൂടെ ഞങ്ങളെ അസിസ്റ്റൻസായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ ഫാസിൽ സാറ് പറയുകയാണ്, ഞാനൊരു പടം തുടങ്ങുകയാണ്, നോക്കത്താ ദൂരത്ത് കാണുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കുമായിരുന്നു. ഷൂട്ടിങ് തുടങ്ങാറാവുമ്പോൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പറയും. താല്പര്യമുണ്ട്, നോക്കത്താ ദൂരത്ത് കാണുന്നുണ്ട്. ഇത് ഞാനാണെന്നുള്ളത് ഇത് താടിയില്ലാത്ത ഞാൻ, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞു ആ സമയത്ത്, അതാണ് താടി എടുത്തത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണത്തിന് താടി എടുത്തു. കല്യാണത്തിന് പിന്നെ താടി എടുത്തിട്ടില്ല. ആ സമയത്താണ് ആ ഷൂട്ടിങ്. അപ്പം ഞാനും മറ്റേത് ശേഖറാണ്, കെ ശേഖർ, മറ്റേ ആർട്ട് ഡയറക്ടർ. അപ്പം ഞങ്ങൾ ആദ്യത്തെ സിദ്ദിഖിൻ്റെ അഭിനയം സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞാൽ ഇത് അഭിനയമായിട്ടല്ല. പാച്ചിക്ക് എപ്പോഴും ഞങ്ങളെ അസിസ്റ്റൻസിനെ എല്ലാം കൊണ്ട് ഡബ് ചെയ്യിക്കും, അഭിനയിപ്പിക്കും. അതായത് എന്താണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഏത് വൈഫിന് എൻ്റെ അഭിനയം ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല എൻ്റെ അഭിനയം. ഭാര്യ പിന്നീട് പറഞ്ഞല്ലോ, ഇനി മേലായി അഭിനയത്തിലൊന്നും പോയേക്കരുത്. അത് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. സിനിമയിൽ ബാക്കി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അത് മിക്കവാറും അത് പിന്നെ സിദ്ദിഖിന് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കില്ല, സിദ്ദിഖ് അങ്ങനെ അഭിനയത്തേക്ക് പോകേണ്ടതില്ല എന്നൊക്കെയുള്ള ഈ ചിന്ത കൊണ്ടാകാം. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. സഹജമായ ഒരു പൊസസീവ്നെസ് ആയിരിക്കാം. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. അയാൾക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആർഗ്യൂ ചെയ്ത് സമർത്ഥിച്ചത് മാറ്റേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ആഗ്രഹവും അഭിനയിക്കേണ്ടതെന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആര് നിർബന്ധിച്ചാലും ഞാൻ ചിലപ്പോൾ അഭിനയിച്ച് പോകും. എൻ്റെ ഒരു ദൗർബല്യം അനുസരിച്ച് പ്രഷർ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്തു പോകും. അതിനെനിക്കിപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാരണവും കൂടിയായി വൈഫിൻ്റെ ഈ ഒരു റിക്വസ്റ്റ്. കല്യാണം നടക്കുന്നത് കലാഭവനുമായിട്ട് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് അടിയുണ്ടാക്കി. അത് അടിച്ചോ? ഞാൻ അടിച്ചില്ല, അടിച്ചത് ലാലാണ്. എനിക്ക് വേണ്ടി അടിച്ചു. എന്നെ അടിക്കാൻ വരുന്നത് ഞാൻ കാണുന്നില്ല. അപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ടൊരു ചെറിയ സംഘർഷം നടന്നു. ഞാൻ അന്നും പെർഫെക്ഷൻ്റെ ആളാണ്. ഞാൻ ചീത്ത പറയും. ഇന്നത്തെ ഞാനല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പോൾ അന്ന് അൻസാറാണ് ട്രൂപ്പ് ലീഡർ. അതായത് ഈ കർട്ടൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക് ഇങ്ങനെ വായു കൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ അയ്യോ എന്നൊരു ഒച്ച പ്രസാദിൻ്റെ ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻസാറി കർട്ടൻ വീണ് തീരാറാവുമ്പോഴേക്കും തൊട്ടടുത്ത് നിൽക്കുന്ന പ്രസാദിൻ്റെ മർമ്മത്ത് കയറി പിടിച്ചു. ഒരു തമാശ. അപ്പോൾ അവന് ഈ ശബ്ദം ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു അയ്യോ എന്നുള്ളൊരു ശബ്ദം. അപ്പോൾ പോയ ആളുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. കറക്റ്റ് വീണ് കഴിഞ്ഞ ഉടനെ ഈ മ്യൂസിക് തീർന്ന ഉടനെ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ അൻസാറിനെ അങ്ങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അങ്ങ് ചിത്ത പറഞ്ഞു. ഞാൻ പറയാൻ പാടില്ല, ശരിക്കും അവനാണ് ലീഡർ. അല്ലെങ്കിൽ പറയാൻ വണ്ടിയിൽ പോയിരുന്നിട്ട് പറയാം. അപ്പോൾ ഈ സംഘാടകർ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവർ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ, കുട്ടികൾ എല്ലാവരും കൂടി വന്ന് നിൽക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ലീഡറെ ഇട്ടിങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്യുന്നത്. അവനിങ്ങനെ മലച്ചു പോയി. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ എൻ്റെ ഈ ചീത്തയും വഴക്കും കേട്ടപ്പോൾ ഈ വന്ന ആളുകളൊക്കെ പോയി. ഞാനത് കഴിഞ്ഞിട്ട് കർട്ടൻ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിങ്ങനെ ചീത്ത പറഞ്ഞു, ഞാൻ നിർത്തി. അൻസാർ അടിക്കാൻ വരുന്നു.
അത് ഞാൻ കാണുന്നില്ല. ഞാൻ ചെയർ ഇട്ടിട്ട് മേളിലുള്ള കർട്ടൻ അഴിക്കണം. അപ്പം ഞാൻ ചെയർ ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ പടപടപടയെന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ നോക്കുമ്പോണ്ട് ആരോ ഈ കർട്ടൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കയറിയിട്ട് ഇതെല്ലാം കൂടി പൊട്ടിച്ചോണ്ട് അങ്ങോട്ട് താഴേക്ക് പോയി. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലാലിനെയും കാണുന്നില്ല, അൻസാറിനെയും കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ലാലും അൻസാറും കൂടി ഇങ്ങനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസാർ അവിടെ കിടന്നിരുന്ന എന്തോ ഒരു കട്ട എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ പുറകിൽ നിന്ന് അടിക്കാൻ വന്നതായിരുന്നു. അടിക്കുന്നതിന് മുമ്പ് ലാല് കയറി പിടിച്ചിട്ട് ലാല് അങ്ങോട്ട് കൊടുത്തു. അതൊരു പ്രാവശ്യമുള്ളൂ. പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ചേഞ്ച് ഉണ്ടാക്കി. ജീവിതത്തിൽ ഇനി ആരെയും ചീത്ത പറയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു ആ ഒറ്റ വിഷയത്തിൽ. കാരണം അങ്ങനെ പറയേണ്ട കാര്യമില്ല. പറയണമെങ്കിൽ തന്നെ അതിന് സ്ഥലം പടങ്ങിപ്പോയി അല്ലേ. അന്ന് വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നേരെ കലാഭവനിൽ വന്ന് അൻസാർ കരയുകയും ഭയങ്കര ഡ്രാമ ഉണ്ടാക്കുകയും എന്നെ പുറത്താക്കണമെന്നൊക്കെ പറയുകയും. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷെ അതിനു മുൻപ് അവൻ ചെയ്തതാണ് കുഴപ്പം എന്നുള്ളത് അവനത് മറച്ചിട്ട് ഞാൻ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞു എന്നാണ് അവനവിടെ പ്രസൻറ്റ് ചെയ്തത്. അന്ന് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല. ലാലു മാത്രമേ പറഞ്ഞുള്ളൂ. പിടിക്കപ്പെട്ട നമ്മുടെ പ്രസാദ് പോലും എനിക്ക് അറിയില്ല എന്നെന്തോ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ തെറ്റുകാരനായി. അവിടെ വന്നിട്ട് പ്രസാദ് നോക്കുമ്പോൾ ക്യാപ്റ്റൻ അൻസാറാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു, എനിക്കെതിരെ തിരിഞ്ഞു. എനിക്ക് ലാലു മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതിനൊക്കെ താൻ എന്ത് പറയുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അവർ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല. കാരണം എന്നെ പുറത്തിരുത്തിയിരിക്കുകയാണ്. കൂട്ടവിചാരണയിൽ എന്നെ പുറത്തിരുത്തിയിട്ടുള്ള വിചാരണ. അപ്പോൾ അതിന് മുൻപേ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഇത് അധികം പോവില്ല എന്ന്. പക്ഷെ അച്ഛൻ എന്നെ അകത്ത് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്, എന്ത് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണോ അച്ഛ പറഞ്ഞത് ഇവർ? അതിന് മുൻപുണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വെച്ചു. ഇല്ല, ഇത് ഇങ്ങനെയാണ് പറയുന്നത്. താനാണ് ഒരു കാരണവുമില്ലാതെ അൻസാറിനെ ചീത്ത പറഞ്ഞതാണ്. തനിക്കെന്ത് പറയാനാണ്? എനിക്കൊന്നും പറയാനില്ല അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാനിനി ഇല്ല, ഞാൻ മിമിക്സ് പരേഡിലില്ല, ഇവരുടെ കൂടെ ഇനി എനിക്ക് മുന്നോട്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു. അങ്ങനെ പോകാൻ വരട്ടെ അകത്ത് വെക്കും. എന്നെ അകത്ത് കയറ്റി തന്നെ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചു. എന്തിനാച്ചോ അങ്ങനെ പുറത്താക്കുന്നത്? ഞാൻ സ്വയം പോവുകയല്ലേ, അതിനെന്നെ പുറത്താക്കുന്നത് എന്തിനാണ്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷമാണ് നമ്മളത് മനസ്സിലാവുന്നത്. അച്ഛൻ്റെ ഒരു ഡിസിഷൻ അതാണ്. ആരും അങ്ങനെ കലാഭവനെ ചെറുതാക്കിയിട്ട് കലാഭവൻ ആണ് വലുത് അങ്ങനെ കലാഭവനിൽ നിന്ന് പുറത്താക്കിയതായിട്ട് തന്നെ വരണം. അങ്ങനെ കലാഭവനുമായിട്ട് പിണങ്ങിയിരിക്കുമ്പോഴാണ് പിന്നെ സിദ്ദിഖ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റേജ് പ്രോഗ്രാം വേണ്ട എന്ന് തന്നെ വെച്ചു. ഇനി ഒരിക്കലും സ്റ്റേജിൽ വേണ്ട, കാരണം ശരിയാവില്ല എന്നോ എൻ്റെ ഈ ചൂടൻ സ്വഭാവമൊക്കെ വെച്ചിട്ട് ശരിയാവുന്നില്ല. ലാലു നിർബന്ധിച്ചില്ല. ലാലു പറഞ്ഞു ലാലും ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലാലിൻ്റെ ഫാദറിൻ്റെ അവിടെ പ്രഷറായി. ലാലിൻ്റെ ഇളയപ്പൻ അവിടെ ജോസേട്ടൻ അവരൊക്കെ പ്രഷറായി. അച്ഛൻ വിളിച്ച് പറയുന്നു ലാലും ഞാനും കൂടി ഒരുമിച്ച് പോയാൽ മിമിക്സ് പരേഡ് പൊളിഞ്ഞു പോകും. അപ്പോൾ അത് അവർക്ക് അറിയാം. അതുകൊണ്ട് ലാലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഞാൻ പറഞ്ഞു ലാലെ ഞാനല്ലെങ്കിലും മെൻ്റലി ഞാൻ നിർത്താൻ തന്നതാണ്. ലാലെ താൻ പോരണ്ട, നമ്മൾ തുടങ്ങിയതല്ലേ, അത് പൊളിയാൻ പാടില്ല, താൻ നിൽക്ക് എന്ന് പറഞ്ഞ് ഞാനാണ് ലാലിനെ നിർബന്ധിച്ചിട്ട് തിരിച്ച് ലാലു മനസ്സില്ലാ മനസ്സോടെയാണ് ലാല് രണ്ടാമത് തിരിച്ചു ചെല്ലുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പകരം അവിടെ കൊണ്ടുവന്നാൽ കറക്റ്റാവുന്ന ഒരാളുണ്ട്. ഞാൻ ചെയ്യുന്നത് ഞാൻ പോയത് അറിയ പോലുമില്ല. അങ്ങനെ ഒരാളെ കിട്ടും. ഹരിശ്രീ അശോകനുണ്ട്. അന്ന് ഹരിശ്രീ തുടങ്ങിയിട്ടില്ല, പോർക്കുംകൂട് എന്നാണ് പറയുക. അന്ന് മാർക്കറ്റിൻ്റെ ആ പരിസരം പോർക്കുംകൂട്ടിലൊരു അശോകനുണ്ട്. അശോകനെ വിളിച്ച് അശോകനെ ചേർത്താൽ എൻ്റെ ഗ്യാപ്പ് നിങ്ങൾ അറിയില്ല, ക്ലീനായിട്ട് പോകും. അപ്പോഴും ഞാനിത് നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഹരിശ്രീ അശോകൻ ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഇവർ കുറച്ച് പതുക്കെ കഴിഞ്ഞിട്ട് ലാലിനെ പുറത്താക്കിയിട്ടാണ് ജയറാമിനെ ഇവരെടുക്കുക. ലാലിനെ ഇവർ അന്നേ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നിച്ചു പോയാലേ ഉള്ളൂ കുഴപ്പം. ഇപ്പോൾ എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇനി ലാലിന് പകരം ഒരാളെ അവരിങ്ങനെ കണ്ടുവച്ചു, ജയറാമിനെ അകത്ത് കയറ്റിയിട്ട്. യഥാർത്ഥത്തിൽ വലിയ നിമിത്തങ്ങളായത് അതാണ്. അൻസാർ പ്രസാദിന്റെ മർമ്മത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഹരിശ്രീ അശോകൻ ഉണ്ടാവില്ല, പലരും ഉണ്ടാവില്ല. ഒരു മർമ്മത്ത് പിടിച്ചു വരുത്തിയൊരു പേര്. അതൊക്കെ ആ കാലഘട്ടത്തിൽ കുറേ കാലം ഞങ്ങൾ തമ്മിൽ സംസാരിക്കില്ലായിരുന്നു. ഞാൻ അൻസാർ, റഹ്മാൻ, പ്രസാദ് ഇവരോടൊന്നും സംസാരിക്കില്ലായിരുന്നു ഞാൻ. പക്ഷേ ഇതൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയൊരു തമാശയായിരുന്നു. പക്ഷെ ഞാൻ തന്നെയാണ് അതൊക്കെ ബ്രേക്ക് ചെയ്തത്. ഞാൻ എൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടി ഞാൻ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. അവരൊക്കെ ഷോക്കായിപ്പോയി. ഞാൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലും. ഞാൻ ചിരിച്ചിട്ട് ഒരു വഴക്കമില്ലാത്ത പോലെ പറഞ്ഞു എൻ്റെ കല്യാണമാണ്, നീ വരണം,
എന്തെങ്കിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മിമിക്സ് പരേഡിൽ തുടർന്നിരുന്നെങ്കിൽ സിദ്ദിഖ് കല്യാണം അപ്പം നടത്തില്ലായിരുന്നു. കല്യാണമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യകത ആയിരുന്നില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോഴേക്കും സിനിമ ആയി തുടങ്ങി. സിനിമയ്ക്ക് കഥ ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങി. ആദ്യത്തെ തിരക്കഥ വേണ്ട രീതിയിലൊക്കെ ടേസ്റ്റിയില്ലേ? പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അതൊരു പരാജയമായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ശരിക്കും എന്താ പറയുക, പേന അടച്ചു എന്ന് പറയാം. ഇനി എന്തെങ്കിലും നമുക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന സമയത്ത് സാധാരണഗതിയിൽ ആദ്യത്തെ തിരക്കഥ പൊളിയുന്നു, പിന്നീടുണ്ടാക്കിയ തിരക്കഥ ആരാ അടിച്ചോണ്ട് പോകുന്നു? അടിച്ചോണ്ട് പോയതല്ല, അത് അവർ കൊടുത്തതല്ലേ, അവർക്ക് ആവശ്യപ്പെട്ട സംഭാവനയല്ല, അവരാവശ്യപ്പെട്ടിട്ട് കൊടുത്തത്. നമ്മൾ ഈ 2 കഥകളൊന്ന് സത്യേട്ടനോട് പറഞ്ഞിരുന്നു. അന്ന് സത്യേട്ടൻ പപ്പൻ പ്രിയപ്പെട്ട പപ്പനാണ് തിരഞ്ഞെടുത്തത്. രാംജി റാവു സ്പീക്കിംഗ്. മലയാള സിനിമയ്ക്ക് ഇടാൻ പറ്റിയൊരു പേര്. എങ്ങനെ ധൈര്യം വന്നു സിദ്ദിഖ്? ആ ധൈര്യം ഞങ്ങളുടെ എല്ലായിരുന്നു. ഫാസിൽ സാറാണ് ആ പേരിട്ടത്. ഞങ്ങളിട്ട പേര് നൊമ്പരങ്ങളെ സുല്ലെന്നായിരുന്നു. അപ്പോൾ അന്ന് ഫാസിൽ സാർ പറഞ്ഞു, നിങ്ങളുടെ തുടക്ക സിനിമയല്ലേ, സുല്ലിടണ്ട, നൊമ്പരം വേണ്ട. അങ്ങനെ പിന്നെ പേരില്ലാതെ ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഫാസിൽ സാറാണ് ഈ വിജയരാഘവനാണ് അന്ന് വില്ലൻ, കഥാപാത്രത്തിന് രാംജി റാവു എന്ന് പേരിടാം, എന്നിട്ട് ഇപ്പത്തിന് രാംജി റാവു സ്പീക്കിംഗ്. ഒരു സംശയം തോന്നിയ നിങ്ങൾക്ക്? ഇല്ല, എന്ന് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ വാചിക എന്ന് പറഞ്ഞു. അപ്പോൾ ലാലും ബാക്കി എല്ലാവരും മുഖം ചൊളിച്ചു. അപ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ എഴുത്തിൻ്റെ ഇടയിലൊക്കെ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാനത് ഷെയർ ചെയ്തിട്ടില്ല ആരോടും. കാരണം വളരെ രസകരമായിട്ട് ഈ ബാലകൃഷ്ണൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും മാന്നാർമത്തായിയുടെയും ഇല്ലായ്മകളും ദുരിതങ്ങളും നിങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുണ്ട്. ഈ ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഒക്കെ ഞങ്ങളുടെ അംശങ്ങളുണ്ട്. അതിങ്ങനെ രസകരമായിട്ട് പോകുമ്പോഴാണ് ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടൊരു വേറൊരു കഥ വരികയാണ് അതിനകത്ത്. അവിടെ വരുമ്പോൾ ഒരു ജെർക്ക് ഓഡിയന് ഫീൽ ചെയ്താൽ നല്ല രസമായിരുന്നു. അതിനിടയ്ക്ക് ഒരു കിഡ്നാപ്പിങ് കൊണ്ടുവന്ന് എല്ലാം കളഞ്ഞു എന്ന് പറയുന്ന ഒരു ജെർക്കുണ്ട്. രണ്ട് കഥയാണ്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യും, ഇതെങ്ങനെ ഒരു ഫോൺ ഇട്ടിട്ട് നമ്മളിങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പാചക ഈ പേര് പറഞ്ഞപ്പോൾ ഞാൻ ചാടി വീണു. ഇത് ബെസ്റ്റ് പേരാണ്. കാരണം ടൈറ്റിൽ അവിടെ വരുമ്പോൾ ഓഡിയന് മനസ്സിലാവും ഇപ്പോഴാണ് ശരിയായ കഥ വരാൻ പോകുന്നേ ഉള്ളൂ. ഓഡിയൻ ഒന്നും കൂടി നിവർന്നിരിക്കും. അതൊരു ഭയങ്കര പാഠമായിരുന്നു. തർക്കിച്ചോ നിങ്ങൾ തമ്മിൽ? ഇല്ല. പാചക പറഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗുണവും കൂടി ഈ പേരിനുണ്ട് പാചക എന്ന് പറഞ്ഞു. പാചക പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേരിട്ടത്. ലാല ആദ്യം ഒന്ന് സംശയിച്ചു. പക്ഷെ ഞാൻ ഈ ആംഗിൾ പറഞ്ഞപ്പോൾ ലാലും പറഞ്ഞു ശരിയാ. ഒരുപാട് സംവിധായകന്മാർ കാണിക്കാത്ത മഹാമനസ്കത. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ലക്ക് എന്ന് പറയുന്നതാണ്. ഫാസിൽ സാറിൻ്റെ അടുത്തല്ലായിരുന്നു ഞാനും ലാലും പോയിരുന്നതെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആവുമായിരുന്നു.